ഇറാനിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണമുയർത്തി സംഘടനയുമായി ബന്ധമുള്ള നയതന്ത്രജ്ഞൻ രാജിവെച്ചിരിക്കുന്നു എന്നതും വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാകുമെന്ന US പ്രതിരോധ സെക്രട്ടറിയുടെ മുന്നറിയിപ്പും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്ക പടർത്തുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതിനിടെ അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധമുള്ള പാട്രിയോട്ടിക് വിഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പ്രതിനിധിയായ മുഹമ്മദ് സഫ എന്ന നയതന്ത്രജ്ഞൻ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഇറാനിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അത്തരമൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പദവിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അമേരിക്ക ഇറാനിൽ തങ്ങളുടെ പ്രതിരോധ ശക്തി കൂടുതൽ കടുപ്പിക്കാനൊരുങ്ങുന്നുവെന്ന തരത്തിലുള്ള US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് നടത്തിയ പുതിയ പ്രസ്താവനയും സംഘർഷ മേഖലകളെ സംബന്ധിച്ച ആശങ്കകൾ കൂടുതൽ ശക്തമാക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രത്യേക കൂടിയാലോചനാ പദവിയുള്ള സംഘടനയുടെ ഭാഗമായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് സഫ. ഒരു ദശാബ്ദത്തിലേറെയായി ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. 2016 അദ്ദേഹത്തെ സ്ഥിരം പ്രതിനിധിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുമുണ്ടായി. അത്തരത്തിൽ UN പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന മുഹമ്മദ് സഫയാണ് ഐക്യരാഷ്ട്രസഭ ഇറാനിൽ ആണവായുധ പ്രയോഗം നടത്തുന്നതിനായുള്ള ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ രാജിക്കുറിപ്പിനോടൊപ്പം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് അദ്ദേഹം അത്തരത്തിലൊരു ശക്തമായ ആരോപണം ഉന്നയിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ശക്തമായ ലോബികളുടെ സ്വാധീനത്തിലാണെന്നും തൽഫലമായി മനുഷ്യരാശിക്ക് വിനാശകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും മുഹമ്മദ് സഫ ആരോപിക്കുന്നു. എന്നാൽ ഇതിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ആരോപണങ്ങൾക്കൊപ്പം ഐക്യരാഷ്ട്രസഭയിൽ ഇതിനു മുൻപ് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ചില പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നടത്തിപ്പിൽ ഐക്യരാഷ്ട്രസഭ ഇരട്ടത്താപ്പ് പ്രകടമാക്കുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചില രാജ്യങ്ങൾ നിയമലംഘനം നടത്തിയാലും അവരെ ഉത്തരവാദികളാക്കുന്നതിൽ സംഘടനയ്ക്ക് മടിയുണ്ടെന്നും അത്തരത്തിലുള്ള സമീപനമാണ് സംഘടന കഴിഞ്ഞ കുറെ നാളുകളായി പ്രകടമാക്കുന്നതെന്നുമാണ് മുഹമ്മദ് സഫയുടെ വിമർശനം. ഇതിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിയമം എന്ന അടിസ്ഥാന തത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രയേലിന് നേരെയുണ്ടായ ഹമാസ് ആക്രമണവും അതേ തുടർന്നുണ്ടായ യുദ്ധത്തിനും ശേഷം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വ്യക്തമായതായും സഫ പറയുന്നു. ആ സംഭവങ്ങളെ തുടർന്ന് അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ കാരണം താൻ സെൻസർഷിപ്പിനും ഭീഷണികൾക്കും വിധേയനായതായും സംഘടനയ്ക്കുള്ളിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടതായും അദ്ദേഹം ആരോപിക്കുന്നു. സഫയുടെ വെളിപ്പെടുത്തലുകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ രാജി എന്നത് പെട്ടെന്നെടുത്ത തീരുമാനത്തിന് പുറത്ത് അല്ല എന്നതാണ്. ഇത്തരത്തിൽ മുഹമ്മദ് സഫയെ പോലുള്ള നയതന്ത്രജ്ഞന്റെ ആരോപണങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധരംഗത്ത് അമേരിക്ക തങ്ങളുടെ സൈനിക നീക്കങ്ങൾ കടുപ്പിക്കാൻ പോകുന്നുവെന്നതിന്റെ സൂചനയായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. യുദ്ധത്തിന്റെ വരാനിരിക്കുന്ന ദിനങ്ങൾ നിർണായകമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറാന് അക്കാര്യം അറിയാമെന്നും സൈനികപരമായി അതിലൊന്നും ചെയ്യാൻ അവർക്ക് കഴിവില്ല എന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കയും ഇറാനും കരയുദ്ധത്തിനുള്ള പടയൊരുക്കങ്ങൾ നടത്തുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ US കരസേനയെ യുദ്ധരംഗത്തേക്ക് ഇറക്കുമോ എന്നതിന്റെ സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. യുദ്ധരംഗത്തേക്ക് US കരസേനയെ ഭാഗമാക്കുമോ എന്ന വാർത്താ സമ്മേളനത്തിനിടയിലെ ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നെല്ലാം എതിരാളിയോട് പറയുന്ന പക്ഷം നിങ്ങൾക്ക് യുദ്ധത്തിൽ പോരാടി ജയിക്കാനാകില്ല. ആവശ്യമെങ്കിൽ അത്തരം സാധ്യതകളും പ്രയോജനപ്പെടുത്തും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കത് വേണ്ടി വന്നേക്കില്ല.
ചിലപ്പോൾ ചർച്ചകൾ ഫലം കണ്ടേക്കാം. ഹെക്സത്ത് പറഞ്ഞു. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷം 1 മാസത്തിലേറെയായി തുടരുന്നതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും പീറ്റ് ഹെക്സത്ത് പറയുകയുണ്ടായി. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളൊക്കെയും ഇറാൻ തള്ളിക്കളയുന്നതും മറുവശത്ത് കാണാനാകും. ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നതിനിടയിലും അമേരിക്കയും ശക്തമായ ആക്രമണങ്ങൾ ഇറാനിൽ നടത്തിവരികയുമാണ്. ഇങ്ങനെ ചർച്ചകൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്ന സംശയം ജനിപ്പിക്കും വിധമുള്ള നീക്കങ്ങളാണ് ഇരുവശത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ഇന്റൽ, ബോയിങ് തുടങ്ങിയ വൻകിട അമേരിക്കൻ കമ്പനികൾക്കെതിരെ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ഇക്കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികളും നിർമ്മിത ബുദ്ധി കമ്പനികളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് IRGC പറയുന്നത്. അതിനാൽ തന്നെ ഇത്തരം കമ്പനികൾക്കെതിരെ ശക്തമായ നീക്കം നടത്തുമെന്നാണ് ഇറാനിലെ വിപ്ലവ സായുധ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സാങ്കേതിക ലോകത്തേക്കും യുദ്ധം വ്യാപിക്കാനൊരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഇതെല്ലാം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ സംബന്ധിച്ചുള്ള ഭീതി ആഗോളതലത്തിൽ വർദ്ധിക്കുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിർണായക ദിനങ്ങൾ ഏതു വഴിയിലേക്ക് തിരിയുമെന്ന് അറിയാനാണ് ലോകം കാത്തിരിക്കുന്നതും. വാർത്തയുടെ നിറം തേടി തനിനിറം.